ഒട്ടേറെ കമ്പനികൾ പാർക്കിനുള്ളിൽ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഇവരുടെ പൊതുവായ ഉന്നമനത്തിനും സഹായത്തിനും ഒരു കൂട്ടായ്മയുണ്ട്, ജി-ടെക്. പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും അമരക്കാരാണ് ഈ സംഘടനയുടെ തലപ്പത്ത്. ഇവിടെ ബിസിനസ് മത്സരങ്ങളില്ല, വാക്പോരില്ല. വികസ്വര രാജ്യമായ ഇന്ത്യയുടെ IT മേഖലയെ മുന്നോട്ട് നയിക്കാനും തൊഴിലാളി ഉന്നമനത്തിനും വേണ്ടിയാണ് ജി-ടെക് പ്രവർത്തിച്ചു വരുന്നത്. എൻ്റെ പേര് വിജയ് കുമാർ. ഞാൻ ജി-ടെക്കിൻ്റെ സെക്രട്ടറിയാണ്. ജി-ടെക് എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തമായിട്ടുള്ള IT കമ്പനീസിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ജി-ടെക്കിന് നേതൃത്വം നൽകുന്നത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ജി-ടെക്കിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് കേരള IT കമ്പനീസിലെ 20 കമ്പനീസിലെ CEOസിൻ്റെ ഒരു കൂട്ടമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാ മാസവും മീറ്റ് ചെയ്ത് ജി-ടെക്കിൻ്റെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും റിവ്യൂ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ജി-ടെക്കിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കൂടുതലും 5 ഫോക്കസ് ഗ്രൂപ്പ് വഴിയാണ് ഈ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ആദ്യമായിട്ട് അക്കാഡമിയ ഫോക്കസ് ഗ്രൂപ്പ്. ഇത് മെയിനായിട്ട് ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിലുള്ള കൊളാബറേഷന് സഹായിക്കുന്നു. പിന്നെ ഉള്ളത് ബിസിനസ് ഫോക്കസ് ഗ്രൂപ്പ്. ബിസിനസ് ഫോക്കസ് ഗ്രൂപ്പ് ചെയ്യുന്നത് ഔട്ട് ബൗണ്ട് ഒത്തിരി ഡെലിഗേഷൻ പോകുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് കോർപ്പറേറ്റ് അലയൻസ് ഫോക്കസ് ഗ്രൂപ്പ്. പല എംപ്ലോയി വെൽഫെയർ ഇനിഷ്യേറ്റീവ്സും ഈ കോർപ്പറേറ്റ് അലയൻസ് ഫോക്കസ് ഗ്രൂപ്പാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇന്നോവേഷൻ ഫോക്കസ് ഗ്രൂപ്പ്. ഈ ഇന്നോവേഷൻ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒത്തിരി സ്റ്റാർട്ടപ്പ് കമ്പനീസ് വരുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ സഹായിക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഓൺട്രപ്രനേഴ്സിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കി ഇവരെ ഹെൽപ്പ് ചെയ്യാനും മെൻറ്റോർ ചെയ്യാനും വേണ്ടി സഹായിക്കുന്നുണ്ട്. 5ാമത്തെ ഫോക്കസ് ഗ്രൂപ്പാണ് ടെക്നോളജി ഫോക്കസ് ഗ്രൂപ്പ്. ഇത് മെമ്പർ കമ്പനീസിൻ്റെ ടെക്നോളജി കോമ്പറ്റൻസി വളർത്താൻ വേണ്ടി പല വർക്ക്ഷോപ്സും സെമിനാർസും കണ്ടക്ട് ചെയ്യാറുണ്ട്. എൻ്റെ പേര് രഞ്ജിത്ത് രാമാനുജം. ഞാൻ കേരളത്തിലെ IT കമ്പനീസിൻ്റെ കൂട്ടായ്മയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് ജി-ടെക്കിൻ്റെ CEO ആണ്. ജി-ടെക് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് കേന്ദ്രീകൃതമായിട്ടും കൊച്ചിയിൽ ഇൻഫോ പാർക്ക് കേന്ദ്രീകൃതമായിട്ടും പ്രവർത്തിക്കുന്നു. കോഴിക്കോട് സൈബർ പാർക്ക് ഗവൺമെൻറ്റിൻ്റെ കാർമ്മികത്വത്തിൽ വരുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ സ്കാറ്റേർഡ് ആയിട്ടുള്ളൊരു IT ഇൻഡസ്ട്രി ഉണ്ട്. വളരെ പരിമിതമായ കമ്പനികളെ ഉള്ളെങ്കിലും അവിടെയും ജി-ടെക്കിൻ്റെ സാന്നിധ്യമുണ്ട്. IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ റിസോഴ്സ് ഡ്രിവൺ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്, ഹ്യൂമൻ ടാലൻ്റ് ആണ് IT ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് അവരുടെ ക്രിയേറ്റിവിറ്റി, പ്രൊഫഷണലിസം, അവർ കൊണ്ടുവരുന്ന നോ ഹൗ, അവർ പെട്ടെന്ന് ലേൺ ചെയ്യുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് IT ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെയും അല്ലെങ്കിൽ കമ്പനികളുടെ ഗ്രോത്തിനെയും നിർണ്ണയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രൊഫഷണൽസിൻ്റെ വെൽഫെയർ ആണ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയുള്ള വെൽഫെയർ മെഷേഴ്സ് കളക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജി-ടെക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി. ജി-ടെക് ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് IT ഇൻഡസ്ട്രിയുടെ
വികസനത്തിന് വേണ്ടിയുള്ള പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, അങ്ങനെയുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നല്ല റോഡുകൾ, അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, നല്ല ഗതാഗത സംവിധാനങ്ങൾ. അതുപോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റിക്രിയേഷനുള്ള ഫെസിലിറ്റീസ്, മോൾസ് ആണെങ്കിലും തിയേറ്റേഴ്സ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും അങ്ങനെ പബ്ലിക് സ്പേസസ് ആണെങ്കിലും ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന പ്രൊഫഷണൽസും മാത്രമല്ല അവരുടെ ഫാമിലീസ് ഇൻക്ലൂഡിങ് ദെയർ ചിൽഡ്രൻ. സോ GTech ഗവൺമെൻറ്റുമായി സഹകരിച്ച് സോഷ്യൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുമ്പോൾ അത് കമ്പനികൾക്ക് മാത്രമല്ല ഗുണം ചെയ്യുക, കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ്, അവരുടെ ഫാമിലീസ്, അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലീസ്, ഓൾസോ ദ ഇമ്മീഡിയറ്റ് സൊസൈറ്റി, ചുറ്റിനുമുള്ള സൊസൈറ്റിക്കും അത് ബെനിഫിറ്റ് ചെയ്യും. കേരളത്തിൽ യുവസംരംഭകത്വത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് യുവജനങ്ങൾക്കും സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഈ സംരംഭം ടെക്നോപാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നോൺ അക്കാഡമിക് ഇൻക്യുബേറ്റർ എന്ന നിലയിൽ വിജയം കൈവരിക്കാൻ ഈ സംരംഭത്തിന് സാധിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ നിന്ന് യുവസംരംഭകരെ വാർത്തെടുക്കുക എന്നതാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യം. കേരള സർക്കാരിൻ്റെ ടെക്നോളജി സ്റ്റാർട്ടപ്പ് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. യുവസംരംഭകരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകരിച്ചത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ സ്കൂൾ തല മുതൽ ആരംഭിക്കുന്നതാണ്. 8ാം ക്ലാസ്സിൽ റാസ്ബെറി പൈ എന്ന ഒരു പ്രോഗ്രാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റൺ ചെയ്യുന്നുണ്ട്. അത് ITH സ്കൂൾ വഴിയാണ് റൺ ചെയ്യുന്നത്. അതായത് ലേൺ ടു കോഡ് പ്രോഗ്രാം വഴി കുട്ടികളെ ടെക്നോളജിയിൽ കൂടുതൽ പ്രാഗൽഭ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. കേരളത്തിലൊട്ടുക്ക് 2500 സ്കൂളുകളിലായി 180ഓളം ഫാക്കൽറ്റീസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2500 സ്കൂളുകളിൽ ഈ റാസ്ബെറി പൈ കിറ്റുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. റാസ്ബെറി പൈ കിറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്, ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതുവഴി കോഡിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി സഹായം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കിറ്റാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുമ്പോൾ IEDC ഇന്നോവേഷൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് 180ഓളം കോളേജുകളിൽ ഇന്നോവേഷൻ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയും. സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പുകൾ 180 കോളേജുകൾ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ IEDCയിൽ അതൊരു ഇൻക്യുബേറ്ററായിട്ട് റൺ ചെയ്യുന്നതാണ്. പഠനത്തോടൊപ്പം ആ കുട്ടിയുടെ ഒരു സ്റ്റാർട്ടപ്പ്, ആ ഒരു പർട്ടിക്കുലർ ഐഡിയ സ്റ്റാർട്ടപ്പ് ഈ പറയുന്ന പർട്ടിക്കുലർ ഇൻക്യുബേഷൻ സെൻറ്ററിൽ അവർക്ക് വന്ന് വർക്ക് ചെയ്ത് അതിനുള്ള ടെക്നിക്കൽ നോഹവും അതിനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസും നോളജും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്നതാണ്.
സ്റ്റാർട്ടപ്പ് മിഷന് പാർക്കിൽ സ്വന്തമായി ഒരു ടാബ് ലാബ് ഉണ്ട്. അതായത് നൂതന സാങ്കേതിക രീതിയിലൂടെ ഒരു ഫാബ്രിക്കേഷൻ ലാബ്. ഇവിടെ ലേസർ കട്ടർ, 3D പ്രിന്റേഴ്സ്, ഹൈ റെസല്യൂഷൻ മിനി എൻസി മിൽ, വിനൈൽ പ്ലോട്ടർ, മോൾഡിംഗ് ആൻഡ് കാട്ടിംഗ് എന്നിങ്ങനെ വിവിധതരം സാങ്കേതിക സേവനങ്ങൾക്ക് ടാബ് ലാബ് ഉപയോഗിക്കാം. പ്രോഡക്റ്റ് സെക്ടേഴ്സിൽ പുത്തൻ പരീക്ഷണങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിൽ ടാബ് ലാബാണ് ഉപയോഗിക്കുന്നത്. മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി USA, MIT USA ആയിട്ട് ചേർന്ന് മിനി ഫാബ് ലാബ്സ് കേരളത്തിൽ 2 സ്ഥലത്തായി, എറണാകുളത്തും തിരുവനന്തപുരത്തുമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മേക്കർ കൾച്ചർ ഈ പറയുന്ന കുട്ടികളിലേക്കും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സിനെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് MIT ഫാബ് ലാബ്സ് ഒരു പ്രോട്ടോടൈപ്പിംഗ് സെൻ്ററാണ് ആക്ച്വലി. ഈ പ്രോട്ടോടൈപ്പിംഗ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്, ഇപ്പം ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ചൈന അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ അവർക്ക് പ്രോട്ടോടൈപ്പും കാര്യങ്ങളും ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൽ നിന്ന് വിപരീതമായി ഈ MIT ഫാബ് ലാബ്സ് വഴി, ഈ ഫാബ് ലാബുകൾ വഴി അവർക്ക് അവരുടെ ഒരു ഐഡിയ കൺസീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ IT കമ്പനികളുടെ വളർച്ച വളരെ എളുപ്പമാക്കി തീർത്തിരിക്കുകയാണ്. പാർക്കിന്റെ പ്രാരംഭഘട്ടത്തിൽ നെസ്റ്റ് എന്ന പേരിൽ ആരംഭിക്കുകയും പിൽക്കാലത്ത് ക്വസ്റ്റ് എന്ന പേരിൽ മാറുകയും ചെയ്ത IT കമ്പനി പാർക്കിലെ സജീവ സാന്നിധ്യമാണ്. I represent a company by name Quest Global Services. It's a pure play diversified engineering services company. Started in 1997 and it has a proven track record of 17 years. And we operate in industry verticals like aerospace, oil and gas, power, automotive, medical and high tech. We have now more than 8,000 software professionals working in the organization. It's headquartered in Singapore and it's spread over 35 countries across 3 continents. So I will touch upon a little bit history about this company. We are part of Nest Software in Technopark, and we started our operations here in Technopark in 1995. And right from beginning, our positioning has been very unique in the engineering and embedded space. So we work in the product engineering space. So basically the software we develop gets into the products of our the OEMs and our customers. Say for an application for a medical imaging equipment, either a CT scanner, ultrasound scanner, and things like that, and infotainment systems for the passenger cars. These are our core areas. What I try to tell is it is something different from a typical IT player, because product engineering is our domain, and engineering is the core, and basically the discipline from which we hire talent is all they are all part of either computer science or electronics, and we rely a lot on the talent from the premier institutes within Kerala. And we became part of Quest Global 2 years back, because Quest was mostly focused and centered around the mechanical and aerospace, and they didn't have this software arm, and then came this acquisition in 2014. Now we are part of this Quest Global.
പല സ്ഥാപനങ്ങൾക്കും മാതൃകയാണ് തിരുവനന്തപുരത്തെ നമ്മുടെ ടെക്നോ പാർക്ക്. 50,000-ൽ പരം ജീവനക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്നുണ്ട് പാർക്കിൽ. അതുപോലെ തന്നെ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുന്നിൽ കണ്ട് വിശ്വാസമർപ്പിച്ചു വന്ന 360ഓളം കമ്പനികൾ വേറെയും. ഇവർക്ക് വേണ്ട സർവ്വ സുരക്ഷിതത്വവും പ്രദാനം ചെയ്യാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകൾക്ക് പുറമെ പാർക്കിനെ സദാ സുരക്ഷിതമാക്കി മുന്നേറുന്ന സെക്യൂരിറ്റി സംവിധാനവും. ഏറ്റവുമധികം സ്ത്രീ പങ്കാളിത്തമുള്ളതിനാൽ സ്ത്രീ സുരക്ഷയ്ക്ക് പാർക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു. We have installed around 150 IP cameras across the campus. All these cameras are HD night vision enabled cameras. Optical fiber is the backbone. Optical fiber നമ്മൾ ക്യാമ്പസിൻ്റെ എല്ലാ ലൊക്കേഷൻസിലും ഇൻസ്റ്റാൾ ചെയ്ത് ലേ ചെയ്ത് എല്ലാ ക്യാമറാസിലും കണക്ട് ചെയ്ത് ടെക്നോ പാർക്കിൻ്റെ കൺട്രോൾ റൂമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഒരു ഡേറ്റ ലോസും ഇല്ലാതെ നമുക്ക് കൺട്രോൾ റൂമിൽ ലൈവായിട്ട് എല്ലാ ക്യാമറാസിൻ്റെയും വിഷ്വൽസ് കിട്ടുന്നുണ്ട്. നമ്മളൊരു വലിയ സെർവർ റൂം തന്നെ വലിയൊരു റെക്കോർഡിങ്ങോട് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാമറ വിഷ്വൽസും അറൗണ്ട് 30 to 40 days ഇവിടെ ഫുൾ ഡെഫിനിഷനിൽ ഹൈ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് കൂടാതെ കൺട്രോൾ റൂം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് 24/7 നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൺട്രോൾ റൂമിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വലിയ ഡിസ്പ്ലേസിൽ ഈ എല്ലാ ക്യാമറാസിൻ്റെയും വിഷ്വൽസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ കൺട്രോൾ റൂമിൻ്റെ ഓപ്പറേറ്റേഴ്സ് ചെക്ക് ചെയ്തു. എന്തെങ്കിലും ഇൻസിഡൻസ് ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് കാണുകയാണെങ്കിൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വോക്കി ടോക്കി സിസ്റ്റത്തിലൂടെ ക്യാമ്പസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സിന് അപ്പോൾ തന്നെ അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. ഇൻസിഡൻറ്റ് നടന്നതിന് നിയറസ്റ്റായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്ലേസിൽ പോവുകയും അതിന് ആക്ഷൻ എടുക്കുകയും ചെയ്യാറുണ്ട്. മാലിന്യം എന്നത് സമൂഹത്തിൽ നിത്യേന ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു സത്യമാണ്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ എന്നിവരടങ്ങുന്ന ചെറു കുടുംബത്തിന് പോലും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നത് റോഡുകളും പുഴകളും ആളൊഴിഞ്ഞ ഇടങ്ങളുമാണ്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കെ പാർക്ക് അവിടെയും വേറിട്ട് നിൽക്കുന്നു. 1,00,000-ഓളം ജീവനക്കാർ